والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഹംസ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ധീരനായ ഒരു മനുഷ്യൻ്റെ ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഇസ്ലാമിക ചരിത്രത്തിൽ നിറഞ്ഞു നിന്ന ധീരനായ വ്യക്തിയാണ് മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു. ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ഹംസ. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹിയുടെ ഉപ്പ അബ്ദുള്ളയുടെ സഹോദരനാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു. എന്നാൽ ഒരുപാട് വയസ്സിൻ്റെ വ്യത്യാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അദ്ദേഹത്തിനില്ല. അദ്ദേഹവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 2 വയസ്സ് വ്യത്യാസമാണുള്ളത്. 2 വയസ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ കൂടുതലായിരുന്നു ഹംസ റളിയല്ലാഹു തആല അൻഹുവിന് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുമാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മുലകുടി ബന്ധമുള്ള സഹോദരനാണ്. അഥവാ അബൂ ലഹബിൻ്റെ അടിമ സ്ത്രീ സുവൈബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഹംസ റളിയല്ലാഹു തആല അൻഹുവിന് മുല കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹിയുടെ കളിക്കൂട്ടുകാരനാണ്, ഒന്നിച്ചാണ് അവർ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും അടുപ്പം ഹംസ റളിയല്ലാഹു തആല അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഹാല ബിൻത്ത് വുഹൈബ്, ഉപ്പയും ഉമ്മയുമൊത്ത അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് സൊഫിയ റളിയല്ലാഹു തആല അൻഹ. വേറെ സഹോദരന്മാർ ഒരുപാടുണ്ട്, സഹോദരിമാരുമുണ്ട്, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾ. എന്നാൽ ഉപ്പയും ഉമ്മയുമൊത്ത സഹോദരിയാണ് സൊഫിയ റളിയല്ലാഹു തആല അൻഹ. അവരുടെ ഭർത്താവ് അൽ അവ്വാം ഇബ്നു ഹുവൈലിദ് അഥവാ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരനാണ് സൊഫിയ റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിച്ചത്. അവരുടെ മകനാണ് മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു, ഹവാരി റസൂലില്ലാഹ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശദമായി പഠിച്ചതാണ്. മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു ധീരതയുടെ വിഷയത്തിൽ അറബികൾക്കിടയിൽ പ്രസിദ്ധനായിരുന്നു. യുവാവായിരുന്നപ്പോൾ നല്ല കരുത്തുള്ള ശരീരമുള്ള, അതുപോലെ തന്നെ യുദ്ധതന്ത്രങ്ങൾ അറിയുന്ന, വേട്ടയറിയുന്ന മനുഷ്യനായിരുന്നു ഹംസ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം സാഹസികത ഇഷ്ടപ്പെട്ടിരുന്നു. വേട്ടയ്ക്ക് പോകും, ആ വേട്ട കഴിഞ്ഞ് തിരിച്ച് വന്ന് ആദ്യം അദ്ദേഹം ചെയ്യുക തവാഫ് ചെയ്യലാണ്. തവാഫ് കഴിഞ്ഞതിന് ശേഷം ആ വേട്ടയുടെ വീര വർത്തമാനങ്ങൾ അവിടെ കൂടിയ ആളുകൾക്ക് അദ്ദേഹം വിവരിച്ചു കൊടുക്കും. അങ്ങനെ സാഹസികത ഇഷ്ടപ്പെട്ടിരുന്ന അറിയപ്പെട്ടൊരു വേട്ടക്കാരനായിരുന്നു മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ പതിവ് പോലെ ഒരിക്കൽ അദ്ദേഹം വേട്ടക്ക് പോയി. ഹിജ്റയുടെ 2-ാം വർഷം വേട്ട കഴിഞ്ഞ് തിരിച്ചു വന്നു നിൽക്കുന്ന സമയം തവാഫ് ചെയ്യുന്നു. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തവാഫ് ചെയ്യും. കഅബയുടെ അരികിലെത്തിയപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ പറഞ്ഞു, ഹംസ, നിങ്ങൾ അറിഞ്ഞു, നിങ്ങളുടെ സഹോദര പുത്രനെ ഇതാ അബൂജഹൽ ചീത്ത പറഞ്ഞിരിക്കുന്നു. വളരെ മോശമായിക്കൊണ്ട് അബൂജഹൽ സംസാരിക്കുകയും ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, അറബികൾ കുടുംബ ബന്ധത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. അബൂലഹബും റസൂലുള്ളാഹിയെ ശകാരിക്കാറുണ്ട്. പക്ഷെ അബൂലഹബ് റസൂലുള്ളാഹിയുടെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. അബൂജഹൽ കുടുംബത്തിന് പുറത്താണ്. അബൂജഹൽ റസൂലുള്ളാഹിയെ ശകാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം സഹിക്കാൻ കഴിയാതെ അവിടെ നിന്ന് ഹംസ റളിയല്ലാഹു തആല അൻഹു അബൂജഹലിനെ തേടി യാത്ര തിരിക്കുകയാണ്. അബൂജഹൽ അയാളുടെ കൂട്ടാളികളുടെ കൂടെ ഇരിക്കുന്നു. അവിടെ ചെന്ന് തൻ്റെ കയ്യിലുള്ള വില്ലുകൊണ്ട് അബൂജഹലിൻ്റെ തലക്ക് ഹംസ റളിയല്ലാഹു തആല അൻഹു അടിച്ചു. അബൂജഹലിൻ്റെ തലയിൽ നിന്ന് രക്തം പൊട്ടിയൊഴുകി.
അവിടെ കൂടിയ ആളുകൾ ഹംസ റളിയല്ലാഹു തആലയെ പ്രതിരോധിക്കാൻ വേണ്ടി വന്നപ്പോൾ അബൂജഹൽ അവരെ തടഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനെ അദ്ദേഹത്തോട് മോശമായി പെരുമാറിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് എന്ന് അബൂജഹൽ പറഞ്ഞു. ദേഷ്യം സഹിക്കാൻ കഴിയാതെ ഹംസ റളിയല്ലാഹു തആല അബൂജഹലിനോട് ചോദിച്ചു, അബൂജഹൽ, നിങ്ങൾ മുഹമ്മദിനെ ശകാരിച്ചു എങ്കിൽ നിങ്ങൾ അറിയുക, വഅന അലാ ദീനിഹി, ഞാനും അദ്ദേഹത്തിൻ്റെ മതത്തിലാണ്. അഖൂലു മാ യഖൂൽ, അദ്ദേഹം പറയുന്നതൊക്കെ ഞാനും പറയുന്നു. അത് വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞതല്ല, ആ ഒരു വൈകാരികതയുടെ നിമിഷത്തിൽ പറഞ്ഞതാണ്. ഇതാ മുഹമ്മദ് ഇസ്ലാം പറഞ്ഞതിനാണ്, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിനാണ് നീ പ്രഹരിച്ചത് എങ്കിൽ ഞാനും ആ മതത്തിലാണ്, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും നീ ചെയ്യും. അദ്ദേഹം പറയുന്നതൊക്കെ ഞാനും പറയുന്നുണ്ട്, നീ ആക്രമിക്കുമെങ്കിൽ എന്നെയും ഒന്ന് ആക്രമിക്ക്, എന്നെ ഒന്ന് തൊട് എന്ന രൂപത്തിലാണ് ഹംസ റളിയല്ലാഹു തആല ആ സമയത്ത് പ്രതികരിക്കുന്നത്. ആ വാർത്ത കാട്ടുതീ പോലെ പടരുകയാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ഹംസ ഇതാ മുഹമ്മദിൻ്റെ മതത്തിലേക്ക് പോയിരിക്കുന്നു, ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത വളരെ വേഗത്തിൽ പടർന്നു. ആ സമയത്ത് വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത് എങ്കിലും തിരിച്ചു വീട്ടിലെത്തി കഅബയുടെ അരികിൽ വന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച് ശാന്തമായി മനസ്സുകൊടുത്താലോചിച്ച് മഹാനായ ഹംസ റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കെത്തി അദ്ദേഹം ഇസ്ലാമിനെ പ്രഖ്യാപിച്ചു. അത് മുസ്ലിമീങ്ങൾക്കൊരു കരുത്തായിരുന്നു. അതുവരെയുള്ളത് ദുർബലന്മാരാണ്. ദുർബലന്മാരായ വിശപ്പിന് ഭക്ഷണം പോലും ഇല്ലാത്ത പാവങ്ങൾ. അമ്മ റളിയല്ലാഹു തആല പലപ്പോഴും നഗ്നനാക്കി ഇരുമ്പിൻ്റെ പടയങ്കി ധരിപ്പിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി നിർത്തുന്ന അമ്മ റളിയല്ലാഹു തആലയെ പോലെയുള്ള, സുമയ്യ റളിയല്ലാഹു തആലയെ പോലെയുള്ള, ബിലാൽ റളിയല്ലാഹു തആലയെ പോലെയുള്ള പാവങ്ങൾ, അവർക്കൊരു കരുത്തായിരുന്നു ഹംസ റളിയല്ലാഹു തആലയുടെ ഇസ്ലാം സ്വീകരണം. റസൂലുള്ളാഹിയെ ആക്രമിച്ചതും റസൂലുള്ളാഹിയെ ഭീഷണിപ്പെടുത്തിയതും ഈ ദുർബലന്മാർ കണ്ടു പേടിക്കണം എന്ന് കരുതിയിട്ടാണ് അബൂജഹൽ ചെയ്തത് എങ്കിൽ അബൂജഹലിൻ്റെ ആ പ്രവർത്തനത്തിലൂടെ ആ ദുർബലർക്ക് കരുത്തായി മാറുന്ന ഹംസ റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് എത്തുന്ന ചരിത്രമാണ് പിന്നീടുണ്ടായത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ബദറിൽ മഹാനായ ഹംസ റളിയല്ലാഹു തആല ധീരമായി പോരാടി. മുസ്ലിമീങ്ങളുടെ ജലസംഭരണി അത് ആക്രമിക്കുന്നതിന് വേണ്ടി അസ്വദ് ബിൻ അബ്ദിൽ അസ്വദ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ മുസ്ലിമീങ്ങളുടെ ജലസംഭരണി അത് ആക്രമിക്കുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോൾ ഹംസ റളിയല്ലാഹു തആല മുന്നോട്ടിറങ്ങുകയും ആ മനുഷ്യനെ വകവരുത്തുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ബദറിൽ മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ച് ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടി ഷെയ്ബയും ഉത്ബയും ഒക്കെ കടന്നു വന്നപ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ട് ഷെയ്ബയുടെ കഥ മഹാനായ ഹംസ റളിയല്ലാഹു തആല തീർത്തു കളഞ്ഞു. പിന്നീട് ഉത്ബയെയും വകവരുത്തിയത് മഹാനായ ഹംസ റളിയല്ലാഹു തആല. അങ്ങനെ ബദറിലെ വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണം ഹംസ റളിയല്ലാഹു തആല ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഉഹദിൽ ശത്രുക്കളുടെ പ്രധാന ലക്ഷ്യം ഒന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകവരുത്തുക, രണ്ട് ഹംസ റളിയല്ലാഹു തആലയെ വകവരുത്തുക എന്നതായിരുന്നു. ഹംസ റളിയല്ലാഹു തആലയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ശത്രുക്കൾ ഉഹദിലേക്ക് എത്തുന്നത്. ഹംസ റളിയല്ലാഹു തആലയെ വധിക്കുന്നതിനു വേണ്ടി വഹ്ഷി ഇബ്നു ഹർബ് എന്നു പേരുള്ള ഒരു മനുഷ്യനെ ഏർപ്പാട് ചെയ്തു. അദ്ദേഹം ജുബൈർ ബിൻ മുത്ഇമിൻ്റെ മൗലയായിരുന്നു, അടിമയായിരുന്നു. ഹംസ റളിയല്ലാഹു തആലയെ വധിച്ചു കഴിഞ്ഞാൽ ഫഅൻത ഹുർറുൻ, നീ സ്വതന്ത്രനാണ് എന്ന് ജുബൈർ വഹ്ഷിയോട് അറിയിച്ചു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹംസ റളിയല്ലാഹു തആലയെ ചതിച്ച് കൊലപ്പെടുത്താൻ നേരിട്ട് മുട്ടി നേരെ വന്നുകൊണ്ട് ഹംസ റളിയല്ലാഹു തആലയെ തോൽപ്പിക്കുക സാധ്യമല്ല, അത്രയും ധീരനാണ്. അതുകൊണ്ട് തന്നെ ചാട്ടുളി തയ്യാറാക്കി ഒളിഞ്ഞു നിന്ന് ഹംസ റളിയല്ലാഹു തആലയെ വധിക്കുന്നതിന് വേണ്ടി വഹ്ഷി പ്ലാനുകൾ തയ്യാറാക്കി. ചതിയിലൂടെ ഹംസ റളിയല്ലാഹു തആലയെ ഉഹദിൽ കൊലപ്പെടുത്തി. ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ ശരീരം വികൃതമാക്കി. ഇസ്ലാം ഒരിക്കലും മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തെ വികൃതമാക്കുന്ന, ആ ശരീരത്തോട് ദേഷ്യം തീർക്കുന്ന, അതിനോട് പക തീർക്കുന്ന,
തോന്നിവാസത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് പാടില്ല, അരുതെന്നാണ് ഇസ്ലാം പറയുന്നത്. മഹാനായ അലി റളിയല്ലാഹു തന്റെ ചരിത്രത്തിൽ വരെ നമുക്കത് കാണാൻ കഴിയും. തന്നെ വകവരുത്തിയ കൊല്ലാൻ പോകുന്ന കൊന്ന മനുഷ്യനോട് പോലും നിങ്ങൾ ആ മനുഷ്യനെ പ്രതിക്രിയ ചെയ്തു കഴിഞ്ഞാൽ ആ മയ്യത്തിനെ നിങ്ങൾ വികൃതമാക്കരുത് എന്ന ഉപദേശം നൽകുന്ന അലി റളിയല്ലാഹു തന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഹംസ റളിയല്ലാഹു തന്റെ ശരീരം വികൃതമാക്കി. റസൂലുള്ളാഹി ആ ശരീരം കണ്ട് റസൂലുള്ളാഹിയുടെ കണ്ണുകൾ നനഞ്ഞു. അപ്പോഴാണ് സഫിയ റളിയല്ലാഹു തആല രണഭൂമിയിലേക്ക് കടന്നു വരുന്നത്. സഹോദരിയാണ്. ഒരു പെണ്ണിന് കാണാൻ കഴിയാത്തത്രയും ഭീകരമായി വികൃതമാക്കിയിട്ടുണ്ട് ഹംസ റളിയല്ലാഹു തആലയുടെ ശരീരം. സഫിയ റളിയല്ലാഹു തആലയെ ആ മയ്യത്ത് കാണിക്കരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. മകൻ സുബൈർ ഇബ്നുൽ അവ്വാം ഉമ്മയെ തടഞ്ഞു. മകന്റെ കൈ തട്ടിമാറ്റി ഉമ്മ വീണ്ടും മുന്നോട്ട് പോകുന്നു. വീണ്ടും മകൻ തടഞ്ഞു. തൻ്റെ കൈ തട്ടിമാറ്റി വീണ്ടും മുന്നോട്ട് പോകുന്ന ഉമ്മയോട് മകനൊരു വാക്ക് പറഞ്ഞു, ഉമ്മ, ഇത് ഞാനല്ല അങ്ങയെ തടയുന്നത്. ഉമ്മയോട് പോകരുത് എന്ന് പറഞ്ഞത് ഞാനല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ് നിങ്ങൾ പോകരുത് എന്നുള്ളത്. അത് കേൾക്കേണ്ട താമസം അവരോട് നിന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് എന്നു കേട്ട് കഴിഞ്ഞാൽ അവരുടെ സകല വികാരങ്ങളും അവരുടെ സകല നിയന്ത്രണങ്ങളും അതോടുകൂടെ ആ വാക്കിന് മുന്നിൽ കീഴൊതുങ്ങുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അനുവാദം നൽകി. 2 കഫൻ പുടവയുമായിട്ടാണ് ആ സഹോദരി യുദ്ധഭൂമിയിലേക്ക് എത്തിയിട്ടുള്ളത്. തൻ്റെ സഹോദരൻ്റെ മയ്യത്ത് കണ്ട് അലമുറയിട്ട് കരയുന്നതിന് പകരം, പൊട്ടിക്കരയുന്നതിന് പകരം അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹിയുടെ കൈകളിൽ ആ കഫൻ പുടവ ഏൽപ്പിച്ചു. വല്ലാഹി ല അസ്ബിറന്ന, അല്ലാഹു തന്നെയാണ് സത്യം, ഞാൻ ക്ഷമിക്കുക തന്നെ ചെയ്യും എന്നവർ അല്ലാഹുവിനെ മുൻനിർത്തി അവിടെ വെച്ചുകൊണ്ട് സത്യം ചെയ്തു. ആ 2 തുണിയിൽ ഒരു തുണി അൻസാരിയായൊരു സ്വഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് മറവ് ചെയ്യാൻ തുണിയില്ലായിരുന്നു. ഒരു തുണിയിൽ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെയും മറവ് ചെയ്തു. ഹിജ്റയുടെ 3 ഹംസ റളിയല്ലാഹു തആല ലോകത്ത് നിന്ന് വിട പറഞ്ഞു. റസൂലുള്ളാഹി മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു. പതിവിൽ നിന്ന് വിപരീതമായി ധാരാളം തക്ബീറുകൾ ആ നമസ്കാരത്തിൽ റസൂലുള്ളാഹി അധികരിപ്പിച്ചു. അവരുടെ മഹത്വമാണ് അത് അറിയിക്കുന്നത്. പിന്നീട് വഹ്ഷി സ്വതന്ത്രനായി. വഹ്ഷി സ്വാതന്ത്ര്യത്തോടുകൂടെ മക്കയിൽ കഴിയുന്നു. മക്ക വിജയം സംഭവിച്ചു. മക്ക വിജയം സംഭവിച്ചപ്പോൾ അയാൾ ത്വായിഫിലേക്ക് മാറി. 2 വർഷം കൊണ്ട് ത്വായിഫും ഇസ്ലാമിൻ്റെ കുടക്കീഴിലേക്ക് എത്തി. പിന്നീട് സിറിയയിലേക്ക് മാറിപ്പോകാൻ വഹ്ഷി തീരുമാനിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, വഹ്ഷി, നീ എവിടേക്കാണ് ഈ ഓടുന്നത്? നീ ഇസ്ലാമിലേക്ക് കടന്നു വരിക, വന്നുപോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുക, അതാണ് നിന്റെ മുന്നിലുള്ള പരിഹാരം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് മാപ്പ് ചോദിക്കുന്നതിന് വേണ്ടി, ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി വഹ്ഷി കടന്നു വരുന്നു. അദ്ദേഹം തന്നെ പറയുന്നു, ഫലമ്മാ റആനി ഖാൽ, അങ്ങനെ എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അൻത വഹ്ഷി, നീ വഹ്ഷിയാണോ? ഖുൽതു നഅം, ഞാൻ മറുപടി കൊടുത്തു, അതെ. അൻത ഖതൽത ഹംസ, താങ്കളാണോ ഹംസ റളിയല്ലാഹു തആല വധിച്ചത്? അതെ എന്ന് മറുപടി കൊടുത്തപ്പോൾ, എങ്കിൽ എനിക്ക് കാണാൻ കഴിയാത്ത രൂപത്തിൽ എൻ്റെ മുന്നിൽ വരുന്നത് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാമോ? നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഓർമ്മകൾ മനസ്സിലേക്ക് വരികയാണ്. അതുകൊണ്ട് താങ്കൾ എൻ്റെ മുന്നിൽ നിന്ന് മാറിപ്പോകുമോ എന്ന് ചോദിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പക്ഷെ അദ്ദേഹത്തെ കാണുമ്പോൾ ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഓർമ്മകൾ, ബാല്യം തൊട്ടുള്ള തൻ്റെ കൂട്ടുകാരൻ്റെ ആ ചിത്രം, ഉഹദിൽ കൊത്തി നുറക്കപ്പെട്ട ആ രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലേക്ക് വരികയും റസൂലുള്ളാഹിക്ക് പ്രയാസമുണ്ടാവുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. വഹ്ഷി ഇസ്ലാം സ്വീകരിച്ചു. ഹംസ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പറയും റളിയല്ലാഹു തആല അൻഹു. വഹ്ഷി എന്ന് പറയുമ്പോഴും
ഹംസ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് പോലെ റളിയല്ലാഹു തആല അൻഹു എന്ന് വിശ്വാസികൾ പറയും. സഹോദരന്മാരെ, ഇതാണ് തൗബയുടെ പ്രത്യേകത. തൗബ ചെയ്തു കഴിഞ്ഞാൽ, അള്ളാഹു പാപങ്ങൾ പൊറുത്തു കഴിഞ്ഞാൽ ഏതു വലിയ തെറ്റും കഴുകിക്കളയാം. ഉഹദിൽ ഷഹീദായ ഹംസ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സ്വർഗത്തിലാണ്. വധിച്ച വഹ്ശി അദ്ദേഹവും സ്വഹാബിയായി. അദ്ദേഹത്തിനും ഇന്ന് ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ്. ആ യുദ്ധത്തിലെ സേനാനായകൻ അബൂ സുഫിയാൻ, ആ പേര് കേൾക്കുമ്പോഴും നമ്മൾ പറയണം റളിയല്ലാഹു തആല അൻഹു. ഉഹുദിലെ ശത്രുപാളയത്തിലെ യുദ്ധതന്ത്രജ്ഞൻ ഖാലിദ് ഇബ്നു വലീദ്, ആ പേര് കേൾക്കുമ്പോഴും നമ്മൾ പറയണം റളിയല്ലാഹു തആല അൻഹു. വധിക്കപ്പെട്ട വ്യക്തിയും വധിച്ച വ്യക്തിയും ഒരുപോലെ ഉയരാൻ, ഒരുപോലെ മഹത്വമുള്ളവരായി തീരാൻ സാധിച്ചത് തൗബ കൊണ്ടാണ്. ഏതു വലിയ പാപങ്ങളും, എത്ര വലിയ കറുപ്പും, എത്ര വലിയ ഹൃദയത്തിലെ തെറ്റുകളും അള്ളാഹുവിൻ്റെ മുന്നിൽ കരഞ്ഞു തേടിയാൽ, തൗബയിരുന്നാൽ അള്ളാഹു തആല പുറത്തു നൽകും. വഹ്ശി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം പറയാറുണ്ട്, ഖതൽതു ഖൈറന്നാസ് ഫിൽ ജാഹിലിയ, ജാഹിലിയത്തിൽ ഒരു ഖൈറായ മനുഷ്യനെ ഞാൻ വധിച്ചു. ഏറ്റവും ഖൈറായ മനുഷ്യൻ അഥവാ ഹംസ റളിയല്ലാഹു തആല അൻഹു. എന്നാൽ ഇസ്ലാമിൽ ജനങ്ങളിൽ ഏറ്റവും ഷർറായ മനുഷ്യനെ ഞാൻ വധിച്ചു. അഥവാ അബൂബക്കർ റളിയല്ലാഹു തആല ഭരണകാലഘട്ടത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ് എന്നു പേരുള്ള കള്ളപ്രവാചകൻ വന്നു. ആ കള്ളപ്രവാചകനുമായി യമാമ യുദ്ധം നടന്നപ്പോൾ മുസൈലിമയെ വധിച്ചത് വഹ്ശിയാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച അതേ വഹ്ശി അതിന് പകരമായി കൊണ്ട് ഇസ്ലാമിൽ മുസൈലിമത്തുൽ കദ്ദാബിനെ വധിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. തെറ്റുതിരുത്തിയത് അദ്ദേഹം അങ്ങനെയാണ്. ഇസ്ലാമിൽ വന്നതിന് ശേഷം പിന്നീട് നന്മകളിൽ അദ്ദേഹം മത്സരിച്ചു. സഹോദരന്മാരെ, ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ധീരത അത് ദീനിൻ്റെ വിഷയത്തിലായിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ആ ധീരത പാവങ്ങൾക്ക് തണലായി മാറി. നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വാക്ക് എല്ലാം ദീനിന് തണലാക്കി മാറ്റാൻ, ദീനിനു വേണ്ടി മരണം വരെ പ്രവർത്തിക്കാൻ സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.